6 വർഷമായ ഒരു തിരോധാന കേസിന്റെ ചുരുളഴിയുകയാണ്. മൃതദേഹം കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ താഴ്ത്തിയെന്ന പ്രതികളുടെ മൊഴി. വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ മരിച്ചത് 6 വർഷം മുൻപാണ്. അതിന്റെ നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, എങ്ങനെയാണ് ഇതിലൊരു വഴിത്തിരിവിലേക്ക് വരുന്നത്? എന്താണ് മൊഴിയിൽ പറയുന്നത്? വിഷ്മണി സൂചിപ്പിച്ചതുപോലെ തന്നെ 6 വർഷം മുൻപാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായിട്ടുള്ള വിജിലിനെ കാണാതാവുന്നത്. എലത്തൂർ പോലീസ് ഇതിൽ എഫ്ഐആർ ഒക്കെ ഇട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. എന്നാൽ ഒരുപാട് കാലമായി അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ദീപേഷ്, നിജിൽ എന്നിവർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവന്റെ ഈ മരിച്ച വിജിലിന്റെ തന്നെ സുഹൃത്തുക്കളാണ്. അവരെയൊക്കെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തതിന്റെയും മറ്റും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസിന്റെ മുൻപിൽ ഇവർ ഇപ്പോൾ കുറ്റം സമ്മതിക്കുന്നു. അതായത് ഈ ദീപേഷും നിജിലും മരിച്ച വിജിലും കൂടെ 2019 സരോവരത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുകയായിരുന്നു. ഒരുമിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുകയായിരുന്നു. ഇതിന്റെ അളവ് കൂടിപ്പോയതാണ് വിജിലിന്റെ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന് മുൻപിൽ നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അങ്ങനെ മരണപ്പെട്ടപ്പോൾ വിജിലിനെ ഇത് പുറത്തറിയും, മയക്കുമരുന്ന് ഉപയോഗം പുറത്തറിയും എന്നുള്ള ഭയം മൂലം അവർ സരോവരത്തെ ചതുപ്പിൽ താഴ്ത്തി എന്നാണ് പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളായ ഈ 2 പേര് ദീപേഷിനെയും നിജിലിനെയും ഇപ്പോൾ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ നടപടികളിലേക്കും മറ്റും കടക്കാനിരിക്കുകയാണ് എലത്തൂർ പോലീസ്. ഇതെങ്ങനെയാണ് ഈ 6 വർഷം മുമ്പത്തെ സംഭവമാണ്? അതിനുശേഷമുണ്ടായ അന്വേഷണങ്ങൾ എന്തായിരുന്നു? എവിടെ വെച്ചാണ് ഇത് അന്വേഷണത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായത്? ഇപ്പോൾ എങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ചുരുളഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുപെട്ടത് എങ്ങനെയാണ് ഇംതിയാസ്? അത്തരം കൂടുതൽ വിവരങ്ങളൊക്കെ എലത്തൂർ പോലീസിന് നൽകേണ്ടതാണ്. കാരണം 6 വർഷം മുൻപ് 2019 ഇങ്ങനെ ഒരു മിസ്സിംഗ് നടന്ന സമയത്ത് തന്നെ ആ രീതിയിലൊക്കെ അത് വലിയ വാർത്തയായതാണ്. പത്രങ്ങളിലൊക്കെ വാർത്തയൊക്കെ വലിയ രീതിയിൽ വന്നതാണ്. അന്ന് പലപ്പോഴും ഈ വിജിലിന്റെ കുടുംബത്തെ, അതുപോലെ തന്നെ ഈ ദീപേഷിനെയും നിജിലിനെയും ഈ 2 പേരെയും നേരത്തെയും ചോദ്യം ചെയ്തതാണ്. ആ സമയത്തൊന്നും ഇവരുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോഴൊന്നും ഇതിനൊരു തുമ്പ് കിട്ടുന്ന രൂപത്തിലേക്ക് പോലീസിന് എത്താനായിരുന്നില്ല. അങ്ങനെ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പക്ഷേ ഈ ഇവരുടെ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ച് പോലീസിന് വിവരം കിട്ടുന്നത്. ആ രീതിയിൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഈ കുറ്റം സമ്മതിക്കുന്നു, ഇവരുടെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പ്രതികൾ സമ്മതിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി ഇതിൽ പറയുന്ന കാര്യം. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റു നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പോലീസ് തന്നെ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്. ശരി. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. 6 വർഷം മുമ്പുണ്ടായ ഒരു തിരോധാന കേസിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോട് കൂടി വരുന്നത്. ചതുപ്പിൽ ചവിട്ടി താഴ്ത്തി എന്നതാണ് പ്രതികൾ നൽകുന്ന മൊഴി.